മഴക്കാലങ്ങളിൽ പൊതുവിൽ വെള്ളക്കെട്ട്, അതായത് അശാസ്ത്രീയമായിട്ടുള്ള ഓട നിർമ്മാണവും മറ്റും വന്നതിൻ്റെ പേരിലായിട്ട് മഴവെള്ളം ഇങ്ങനെ പല പല മേഖലകളിലായിട്ട് സ്റ്റോർ ചെയ്തിട്ട് കുടിവെള്ള സ്രോതസ്സുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് കൃഷിയിടങ്ങളിലേക്കും വ്യാപകമായിട്ട് മഴവെള്ളം കടന്നു വരുന്നത്. അതായത് പൊതുനിരത്തുകളിലുള്ള ഈ ഓടകൾ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട അധികാരികൾ, പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾ പൊതുനിരത്തുകളിലെ ഓടകളും അതുപോലെ തന്നെ കലുങ്കുകളും ബന്ധപ്പെട്ട വെള്ളം ക്രമീകരിച്ച് വിടേണ്ടതായിട്ടുള്ള മേഖലകളൊന്നും തന്നെ ഈ പൊതുഭരണ സംവിധാനം കൃത്യമായ രീതിയിലൂടെ ചെയ്യുന്നില്ല. അത് ആർത്തലച്ച് പെയ്തു വരുന്ന മഴവെള്ളം കർഷകരുടെ ഭൂമിയിലേക്ക് വരികയും കൃഷി വൻതോതിൽ ഏലകൃഷിയും അതുപോലെ തന്നെ അല്പപ്രാണിയായ ഏലം, അതുപോലെ ഏത്തവാഴ തൈകൾ, കപ്പ, ഇങ്ങനെ അല്പപ്രാണികളായ സസ്യജാലങ്ങൾ അമ്പാടെ നശിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ മഴക്കാലത്ത് കണ്ടുവരുന്നത്. അത് തുടർന്ന് ഇപ്പോഴും ഈ വർഷവും അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. കൃഷിയിടങ്ങളിലേക്ക് വ്യാപകമായി വെള്ളം കയറി അതുപോലെ തന്നെ കൃഷി ലേഖനങ്ങൾ ആകമാനം നശിച്ചു പോയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കാലാകാലങ്ങളിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകും എന്നൊക്കെ പറയുന്നതല്ലാതെ കൊണ്ട് ഇതുവരെ കർഷകർക്ക് യാതൊരുവിധ നഷ്ടപരിഹാരം നൽകുകയോ അതിന് വേണ്ടുന്നതായുള്ള സംവിധാനങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. മുൻകാലങ്ങളിൽ ഇതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി കൃഷിനാശം ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇന്നോളം കൃഷി വകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുകളോ അധികാരികളോ കർഷകരെ നേരായ രീതിയിൽ നയിക്കുന്നതിനും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടുമില്ല. തുടർന്നും ഇപ്പോഴും ഈ 2024 ഇത്രയും ആധുനിക യുഗത്തിലും ഇപ്പോഴും ഓടജലം, മലിനജലം ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിൽ കലർന്ന് ഈ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ദൂരവ്യാപകമായ കാഴ്ചയാണ് നമുക്ക് ഇവിടങ്ങളിലൊക്കെയും കാണാം. ഈ നിങ്ങൾ കണ്ടുപോയ ദൃശ്യങ്ങളിലൊക്കെയും കാണാൻ കഴിയുന്നത് മഴയുടെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കോടിമല പ്രദേശവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ മുരിക്കാട്ടുകുടി പ്രദേശവുമായി ബന്ധപ്പെട്ട് കൃഷിയിടങ്ങളിലും അതുപോലെ പൊതുവിടങ്ങളിലും ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുവാൻ തന്നെ സാഹചര്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രകൃതി ഇവിടെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അധികാരികൾ വളരെ കൃത്യതയോടുകൂടി ശ്രദ്ധിക്കുക. ഇവിടുത്തെ മലിനജലം യഥാവിധി, അതായത് കലുങ്കുകൾ നിർമ്മിക്കേണ്ട പാതകളിൽ കലുങ്കുകൾ നിർമ്മിച്ചും, തോടുകൾ നിർമ്മിക്കേണ്ടതും അല്ലെങ്കിൽ ഐറിഷ് ഓടകൾ നിർമ്മിക്കേണ്ടതായിട്ടുള്ള പാതകളിൽ ഐറിഷ് ഓടകൾ നിർമ്മിച്ചും ഇവിടുത്തെ പൊതുജനങ്ങളുടെ സ്വൈരജീവിതത്തിന് വിഘാതമായി നിൽക്കുന്ന ഇത്തരം ജലസ്രോതസ്സുകൾ, മലിനജലങ്ങളുടെ ഉറവിടങ്ങളെ കണ്ടെത്തി അതിനെ നിർമ്മാർജ്ജനം ചെയ്ത് ജനജീവിതം സുഗമമായി മാറ്റുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ കോടിമല പ്രദേശത്തിന് വേണ്ടി എനിക്ക് പറയുവാനുള്ളത്.